ഷൺമോഹൻ വർഗീസ്, എന്തൊക്കെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഈ വോട്ടിന് കോഴ വിവാദവും, ഇത് ഈ ത്രികോണ പോരാട്ടത്തിന്റെ ആവേശം അത്ര കണ്ട് അലയടിക്കുന്നത് കൊണ്ടാണോ? ഇതൊരു കൂട്ടപ്പൊരിച്ചിലിന്റെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? അതോ പതിവായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇതെല്ലാം? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അസംബന്ധ നാടകം എന്ന് പറയാമോ. എല്ലാ സഭ്യതകളുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന വാഗ്ധോരണികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇത് ക്യാമറ കണ്ണുകൾ ഒപ്പി എടുക്കുമ്പോൾ അപൂർവമായി മാത്രമേ കൃത്യമായ കാര്യങ്ങൾ ക്യാമറ കണ്ണിന് ഒപ്പിയെടുക്കാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായി ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇത് പെൻഷൻ കിട്ടിയ തുകയാണ്, മറ്റേതെങ്കിലും കാര്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളായി നിൽക്കും. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടും എന്നതുകൊണ്ടല്ല, മറിച്ച് ഇലക്ഷൻ ഈവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈബുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവോ നെഗറ്റീവായ വൈബുണ്ട്. അത് ആരെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ചിലരുടെയൊക്കെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴുകയും ചെയ്യും. ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ശോഭ ഈസ് എ ഫോർ റണ്ണർ. ഇവിടെ ബി ജെ പിക്ക് ജൈവികമായി വളർച്ചയുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്ത് വില കൊടുത്തും ശോഭാ സുരേന്ദ്രൻ്റെ ആ വിജയ പ്രതീക്ഷയെ ഒരു പക്ഷേ അതിനെ പിന്നോട്ടടിക്കാൻ ഇത് തീർച്ചയായും കോൺഗ്രസ് അത് ചെയ്യും, CPM അത് ചെയ്യും. ഡീലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരൊക്കെ അത് ചെയ്യും. ഇത് മുൻകൂട്ടി കാണണമായിരുന്നു. എക്കാലത്തും CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ വളരെ സൈലൻ്റായി ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഹരിശ്ചന്ദ്രന്മാരില്ല ശ്രീ മഞ്ജുഷ്. എല്ലാവരും ഒന്നാണ് ഇക്കാര്യത്തിൽ. പണവും സ്വാധീനവും ഓഫറും എല്ലാം കൊടുത്താണ് എല്ലാവരെയുമല്ല പലരെയും സ്വാധീനിക്കുന്നത്. ഈ സ്വാധീനിക്കപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ അന്തിമമായ ജനവിധി തീരുമാനിക്കുക. പക്ഷെ അത് വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ? അത് തീർച്ചയായും വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ എന്ത് വില കൊടുത്തു, അത് ജീവൻ മരണ പോരാട്ടമാണ്. സ്റ്റേക്സ് ആർ വെരി ഹൈ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഭംഗ്യാന്തരേണ പറയാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ പ്രഭവം നമ്മളൊന്ന് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന കണക്ക്, അതിന് കൊടുക്കുന്ന പാർട്ടികൾ കൊടുക്കുന്ന കണക്കും യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന പണവും തമ്മിൽ എന്തെങ്കിലും ഒരു പാരിറ്റി ഉണ്ടാകുമോ? ഈ ബോർഡുകൾ, ഫ്ലക്സുകൾ, പ്രചരണ വാഹനങ്ങൾ, ഇവർക്കെല്ലാം ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ, ഇവർക്കെല്ലാം കൊടുക്കേണ്ട ശമ്പളം എന്ന് തന്നെ പറയേണ്ടി വരും. ആരും ഒരു നിഷ്കാമ കർമ്മമൊന്നും ചെയ്യുന്നതല്ല. കുറച്ച് പേരൊക്കെ കണ്ടേക്കാം. ഈ വലിയ തുകയാണ് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും മുടക്കുന്നത്.